പൊന്നുമോനെ, നിന്നെ ഒരു പെങ്കൊച്ചു വിളിക്കുന്നു. പെങ്കൊച്ചോ? എന്നെ? അതാരാ? എനിക്കെങ്ങനെ അറിയാം? ഇങ്ങോട്ട് ചെല്ലുന്നുണ്ട്, വെളി നിൽക്കുന്നു. ആ, താനോ? താനെന്താ രാവിലെ തന്നെ? അമ്മ, ഇത് അമൃത, എന്റെ ഫ്രണ്ടാ. താനിങ്ങി വന്നേ. എന്താ അമൃത? ഒലക്ക, ഞാൻ ഇന്നലെ 10-20 പ്രാവശ്യം നിന്നെ വിളിച്ചു, നീ ഫോൺ എടുത്തില്ല. അല്ല, അത് ഞാൻ പിന്നെ കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ടാ. നേരത്തേക്ക് നീ എന്റെ കോള് കണ്ടതിന് എത്ര തിരക്കുണ്ടായിരുന്നെങ്കിൽ നീ എന്നെ വിളിക്കായിരുന്നു. അല്ല, അത് പിന്നെ ആണുങ്ങളായ വാക്ക് പാലിക്കണം, അല്ലാതെ ഒരുമാതിരി നാണം കെട്ട പരിപാടി കാണിക്കരുത്. നീ വിശ്വാസവഞ്ചന എന്നോട് കാണിച്ചത് അത് ഞാൻ ക്ഷമിക്കത്തില്ല. കൊറേ നേരം ആയല്ലോ, എന്തുവാ അവിടെ പ്രശ്നം? അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല അമ്മേ. പ്രശ്നം ഉണ്ട് ആന്റി, ഞാൻ പറയാം. ആന്റി, ഇവനും ഞാനും കൂടെ നല്ല ഫ്രണ്ട്സാ. ഇവൻ 4 ദിവസം മുന്നേ എന്റെ വീട്ടിൽ കയറി വന്ന് രാത്രിയിൽ. അയ്യേ, അമ്മ വിചാരിക്കുന്ന പോലൊന്നും അല്ല കേട്ടോ. മോള് പറ. ഇവന്റെ മട്ടും ഭാവം കണ്ടപ്പോളെ എനിക്കെന്തോ പന്തികേട് തോന്നി. അമൃത, എന്താടാ നീ ആകപ്പാടെ വല്ലാണ്ടിരിക്കുന്നെ? എടി, ഞാൻ ആകെപ്പാടെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയില. നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താടാ കാര്യം പറ. ഞാൻ ഒരു കാര്യം ചോദിച്ചാ നീ എനിക്കത് തരണം. പറ്റില്ല എന്ന് പറയരുത് പ്ലീസ്. ചെറുക്കൻ, നീ കാര്യം എന്താന്ന് തുറന്നു പറ. എടി, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു എന്തുവാടാ? ഒരു ഗ്യാസ് സിലിണ്ടർ വേണം. ഗ്യാസ് സിലിണ്ടറോ? എടി, വീട്ടിലെ സിലിണ്ടർ തീർന്നു. സിലിണ്ടർ ഇല്ലാതെ വീട്ടിലോട്ട് കയറി ചെന്നാ അമ്മ എന്നെ കയറ്റത്തില്ല. ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഇപ്പോഴും ഉടനെ കിട്ടത്തില്ലെന്നോ പറയുന്നത്. നിന്റെ കയ്യിലാണെങ്കിൽ എക്സ്ട്രാ ഒരു സിലിണ്ടർ ഉണ്ടെന്ന് എനിക്കറിയാം. ഒരു 3 ദിവസത്തേക്ക് പ്ലീസ് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ എവിടത്തെ ഫ്രണ്ടാടാ? സാധനമൊക്കെ ഞാൻ തരാം, പക്ഷെ 4ാമത്തെ ദിവസം സാധനം എനിക്ക് ഇവിടെ കിട്ടിയിരിക്കണം, കേട്ടല്ലോ? എന്റെ പൊന്നുമോളെ, അതൊക്കെ എങ്ങനെയാലും ഞാൻ സെറ്റാക്കി തരാം. നീ സാധനം ഒന്ന് താ പ്ലീസ്. ഉറപ്പാണല്ലോ? എന്നാ നീ കൊണ്ടുപോകും. നീ പറഞ്ഞ 4 ദിവസം കഴിഞ്ഞു വീട്ടിലെ ഗ്യാസ് തീരാറായി. ചേട്ടൻ അറിഞ്ഞ എന്നെ കൊല്ലും. നീ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ കൊടുക്കുന്നില്ല. ഞാൻ എന്താ ആന്റി ചെയ്യേണ്ടത്? മോള് തൽക്കാലത്തേക്ക് പോ മോളെ. നാളെ ആന്റി എവിടെന്നെങ്കിലും ഒരു സിലിണ്ടർ ഒപ്പിച്ച് തരാം. ആന്റി പറഞ്ഞോണ്ട് ഞാനിപ്പോ പോന്നു. അല്ല അമൃത, ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ വേണ്ട, അത്രയും ഗ്യാസ് കൂടെ കളയണ്ടായല്ലോ. പൊക്കോ. നീ ഒരിക്കലും നന്നാവത്തില്ല. അമ്മയുടെ ഒരു ഗ്യാസും. അമ്മയ്ക്ക് സമാധാനമായല്ലോ എന്നെ ഒരു പെണ്ണിന്റെ മുന്നിൽ നാളം കെടുത്തിയപ്പോ. എങ്ങനെയാന്ന് വെച്ചാൽ ആ പെണ്ണിന്റെ ഗ്യാസ് എടുത്ത് കൊടുത്തോണം, കേട്ടല്ലോ? എനിക്കറിയേണ്ട കാര്യമില്ല.